വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ അടാട്ട് പ്രദേശത്തും പരിസരങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് പുഴയ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. പുഴയ്ക്കൽ പുഴയുടെ വലതുബണ്ടിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റലപ്പള്ളി MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷി വകുപ്പ് അനുവദിച്ച 3.2 കോടി രൂപ ചെലവഴിച്ച് KLDC വഴിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2024 മുമ്പ് പുഴയ്ക്കൽ പുഴയിൽ മഴക്കാലത്ത് എത്തുന്ന അധിക ജലം ഒഴുക്കിവിടാൻ സ്ലൂയിസുകൾ ഇല്ലാതിരുന്നത് സമീപ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായിരുന്നു. അടിയന്തര ഘട്ടത്തിൽ KLDC കനാൽ ബണ്ട് പൊട്ടിച്ചാണ് അമിതജലം ഒഴുക്കിക്കളഞ്ഞിരുന്നത്. ഇത് കോൾ കൃഷിയിടങ്ങളിലേക്ക് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും തള്ളിക്കയറാനും കൃഷിനാശത്തിനും ബണ്ട് വർഷാവർഷം പുനർനിർമ്മിക്കേണ്ട അധിക സാമ്പത്തിക ബാധ്യതയ്ക്കും ഇടയാക്കിയിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് പുതിയ സംവിധാനം ഒരുക്കിയത്. റെഗുലേറ്റർ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലെയും പൂങ്കുന്നം ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെയും ജനവാസ മേഖലയിലെ വെള്ളപ്പൊക്കം വലിയ അളവിൽ കുറയ്ക്കാൻ സാധിച്ചു. കൂടാതെ വിവിധ കോൾപടവുകളിലെ ജലവിധാനം കൃത്യമായി ക്രമീകരിക്കാനും കൃഷിയിടങ്ങളെ മാലിന്യമുക്തമാക്കാനും കഴിഞ്ഞു. 2021 മുതൽ കോൾ നിലങ്ങളിൽ നടപ്പിലാക്കിയ 29 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്ക് പുറമെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റുകൾ കൈപ്പറമ്പ്, അടാട്ട്, തോളൂർ ഗ്രാമപഞ്ചായത്തിലുള്ള വിവിധ കോൾ പടവുകളിലേക്കായി 2.5 കോടി രൂപയുടെ പുതിയ പദ്ധതികൾക്ക് കൂടി ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. You are watching VCV News.